ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ ക്യൂട്ടായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെഡ് ബാൻഡാണ്. നമുക്കിത് എല്ലാ കളേഴ്സിലും ഈ ഒരു ഹെഡ് ബാൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഹെഡ് ബാൻഡ് ചെയ്യാനായിട്ട് ഞാൻ 4 പ്ലേയുടെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 8 പ്ലേ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 6 പ്ലേ 8 പ്ലേ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഏത് കളർ യാണാണോ ഹെഡ് ബാൻഡിന് വേണ്ടി വെച്ചാൽ ആ കളർ യാണ് എടുക്കുക. അതിന് ശേഷം ഒരു സ്ലിപ്പ് നോട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 7 8 9 10 11. ഞാനിവിടെ 11 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബാൻഡിന് എത്ര വിഡ്ത്ത് വേണം നോക്കിയിട്ട് അത്രയും നിങ്ങൾക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ 2 ഇഞ്ച് വിഡ്ത്ത് ഉണ്ട്. ഞാനൊരു 11 ചെയിൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ 2 ഇഞ്ച് വിഡ്ത്താണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ത്രെഡിനനുസരിച്ചിട്ട് ഈ മെഷർമെൻറ്റിൻ്റെ ചേഞ്ച് വരും കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു വിഡ്ത്ത് മതി. ഞാനൊരു ന്യൂ ബോൺ സൈസുള്ള 3 to 6 ആ ഒരു സൈസുള്ള ഹെഡ് ബാൻഡാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വിഡ്ത്ത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്ര വിഡ്ത്ത് വേണം, ഇനിയും വിഡ്ത്ത് വേണമെങ്കിൽ ചെയിൻ സ്റ്റിച്ചിൻ്റെ നമ്പർ കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 11 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, അൺവോച്ച് ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 10 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. 11 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കളേഴ്സിലും വേണമെങ്കിലും ഈ ഒരു ഹെഡ് ബാൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിൽ ഫുൾ യൂസ് ചെയ്യുന്നത് സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ്. അപ്പം ബിഗിനേഴ്സിന് വരെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെഡ് ബാൻഡാണ്. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഹെഡ് ബാൻഡാണിത്. നമുക്കിങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ റോ കംപ്ലീറ്റ് ആകുമ്പം 10 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഞാൻ ഈ റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ കാണാൻ പറ്റും, ഒരു ചെയിന് പോലെ ഇങ്ങനെ ഇവിടെ കാണാൻ പറ്റും, ചെയിൻ സ്റ്റിച്ച് പോലെ. ഇതിൻ്റെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ തള്ളവിരൽ വെക്കുന്ന ഭാഗത്ത് വരുന്ന ലൂപ്പിന് നമ്മൾ ഫ്രണ്ട് ലൂപ്പ് എന്നും ബാക്ക് സൈഡിൽ വരുന്ന ലൂപ്പിന് നമ്മൾ ബാക്ക് ലൂപ്പ് എന്ന് പറയും കേട്ടോ. ഇനി ചെയിൻ 1 ചെയ്യാം. നമ്മൾ വർക്ക് ടേൺ ചെയ്യാണ്. വർക്ക് ടേൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ബാക്ക് സൈഡിലാണ് ഇനി നമ്മൾ അടുത്ത റോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു വിരൽ വെക്കുന്ന ഈ ഒരു ഫിംഗർ വരുന്ന ഈ ഭാഗത്ത് നമ്മൾ ഫ്രണ്ട് ലൂപ്പും ഈ ഭാഗത്ത് നമ്മൾ ബാക്ക് ലൂപ്പും എന്ന് പറയും. അപ്പോൾ ഇനി നമ്മൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ചെയിന് പോലെ കാണും. അപ്പോൾ ഈ ഒരു ബാക്ക് ലൂപ്പിലാണ് നമ്മൾ ഇനി ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ബാക്ക് ലൂപ്പാണ് യൂസ് ചെയ്യേണ്ടത്. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും അടുത്ത ചെയിനിൻ്റെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യാം. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അതിന് നമ്മൾ ഈ റൗണ്ട് മുഴുവനും നമ്മൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. രണ്ട് ലൂപ്പ് യൂസ് ചെയ്യരുത്, ബാക്ക് ലൂപ്പ് മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട് ലൂപ്പ് നമുക്ക് ഇവിടെ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞ് കാണാൻ പറ്റും കേട്ടോ. ഈ ബാക്ക് ലൂപ്പ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യാം. നമുക്ക് ഓരോ റൗണ്ടിലും നമ്മൾ 10 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യണ്ട. ഇതിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച്, ഞാൻ എങ്ങനെയാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ഇനി നമ്മൾ നല്ല ഭാഗത്താണ് ചെയ്യുന്നത്. അപ്പോഴും നമ്മൾ ഈ ഒരു വിരൽ വരുന്ന ഭാഗം ഫ്രണ്ട് ലൂപ്പും ഈ ഭാഗം ബാക്ക് ലൂപ്പും ആണ്. അപ്പം നമ്മൾ വീണ്ടും ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും ചെയിൻ സ്റ്റിച്ച് പോലെയാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് വരുന്ന ഈ ഒരു ലൂപ്പിന്
നമ്മൾ ഫ്രണ്ട് ലൂപ്പ് എന്നും ഈ ഭാഗത്ത് വരുന്ന ലൂപ്പിനെ ബാക്ക് ലൂപ്പ് എന്ന് പറയും. നമ്മൾ ഈ ഒരു ലൂപ്പാണ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഇതിൽ മുഴുവൻ നമ്മൾ ബാക്ക് ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. വർക്ക് ടേൺ ചെയ്തിട്ട് വീണ്ടും നമ്മൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്കൊരു സ്ട്രെച്ചബിൾ ആയിട്ട് കിട്ടും നമ്മളെ ഹെഡ് ബാൻഡ് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ. അല്ലാതെ 2 ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ അല്ല കിട്ടുക. അപ്പോൾ നമ്മൾ എല്ലാ റൗണ്ടിലും ബാക്ക് ലൂപ്പ് മാത്രമേ സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. നമുക്കിങ്ങനെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യാം. ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് 2 ലൂപ്പ് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും ചെയിൻ 1 ചെയ്യുക, നമ്മൾ വർക്ക് ടേൺ ചെയ്യുക. ഇനി ബാക്ക് സൈഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോഴും നമ്മൾ ഈ ഒരു ഭാഗം വരുന്ന ബാക്ക് ലൂപ്പിൽ നമ്മൾ വർക്ക് ചെയ്യുക. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സിംഗിൾ ക്രോഷേ സ്റ്റിച്ചുമാണ് നമ്മൾ ചെയ്യുന്നത്, പക്ഷേ ബാക്ക് ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കിങ്ങനെ ഒരു പാറ്റേൺ ആയി വരുന്നുണ്ട്. കുറച്ച് കണ്ട് കഴിയുമ്പോഴേ നമുക്ക് ആ ഒരു മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യാൻ മറക്കരുത്. എല്ലാ റൗണ്ടിലും ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് മാത്രം നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോവുക. അപ്പോൾ ഇങ്ങനെ കാണുന്ന ബാക്ക് ലൂപ്പിൽ യൂക്ക് ഇൻസേർട്ട് ചെയ്യുക. ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് 2 ലൂപ്പ് യൂസ് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക, നമ്മൾ വർക്ക് ടേൺ ചെയ്യുക. കണ്ടോ, അപ്പോൾ വർക്ക് ഇങ്ങനെ ആയി വരുന്നുണ്ടോ, നമുക്ക് ഒരു വേവ്സ് പോലെ ആയി വരും. അതിങ്ങനെ സ്ട്രെച്ചബിൾ ആണ്, അങ്ങനെ വലിഞ്ഞ് കിട്ടും. കുറേ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഒരു എലാസ്റ്റിക് മോഡൽ ആയി വരും ചെയ്യും. അതിനാണ് നമ്മൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുന്നത്. വീണ്ടും ചെയിൻ 1 ചെയ്ത് വർക്ക് ടേൺ ചെയ്തിട്ട് വീണ്ടും നമ്മൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ലെങ്ത്താണ് ആഡായി വരുന്നത്. ഓരോ റോ ചെയ്യുമ്പോഴും നമുക്കിങ്ങനെ ലെങ്ത്ത് ആഡായി വരും. അപ്പോൾ നിങ്ങൾ ഹെഡ് സർക്യൂംസ്റ്റൻസ് എടുത്തിട്ട് തലയുടെ ചുറ്റളവ് എടുത്തിട്ട് നിങ്ങൾക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് ആ അത്രയും മെഷർമെൻറ്റിൽ നമുക്കിങ്ങനെ ഈ ഒരു പാറ്റേൺ ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടെന്ന് പറയാനില്ല, എന്നാലും കുറച്ച് ഇങ്ങനെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റൂല. എന്നാലും ഇത് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഭംഗി, നല്ലൊരു ക്യൂട്ടാണിത് കാണാൻ, ഹെഡ് ബാൻഡ് കാണാൻ. ഇത് ന്യൂ ബോൺസിന് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേണും ആണിത്. എപ്പോഴും നമ്മൾ ഈ എലാസ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ന്യൂ ബോൺസിന് നമുക്ക് ഈ ഒരു ക്ലോത്തിൽ തന്നെ നമ്മൾ ഈ നൂലിൽ തന്നെ ചെയ്യുമ്പോൾ നമുക്കിത് ബേബീസിനൊക്കെ യൂസ് ചെയ്യാനും ഭയങ്കര ഇതാവും. അല്ലെങ്കിൽ ഈ എലാസ്റ്റിക്കൊക്കെ ആകുമ്പോൾ അവരുടെ തലയിലൊക്കെ ടൈറ്റായി നിൽക്കുമ്പോൾ ഒക്കെ തലയിൽ അടയാളം വരും, അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഇതാകുമ്പോൾ കുട്ടികൾക്ക് വേദന ആവുമൊന്നുമില്ല. ഇത് നമ്മളെ യാൺ തന്നെയാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു പാറ്റേൺ ആണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 6 റോ ചെയ്തപ്പോൾ എനിക്ക് വന്നത് 3 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇഞ്ച് വേണം അത്ര ഇഞ്ചിൽ ഈ ഒരു സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് പോവാം. ഇങ്ങനെ ഓരോ ചെയിനിലും ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. എന്നിട്ട് ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ലാസ്റ്റിലെത്തുമ്പോൾ നമ്മൾ 2 ലൂപ്പ് യൂസ് ചെയ്യുക. 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. വീണ്ടും ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഈ ഒരു പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ടോ, ഇങ്ങനെ ആയിട്ട് വരുന്നിട്ടുണ്ട് കണ്ടോ. നല്ലൊരു ഇതിങ്ങനെ വലിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്ട്രെച്ചബിൾ ആണിത്. അപ്പോൾ ഇത് നമുക്ക് എത്ര മെഷർമെൻറ്റ് വേണോ അത്രയും മെഷർമെൻറ്റിൽ നമുക്ക് ഇതിങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് നീളത്തിൽ ഇങ്ങനെ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് കിട്ടുന്നത്. നമ്മൾ ലാസ്റ്റിൽ ചെയിനിൽ 2 ലൂപ്പ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ കണ്ടോ ഒരു ബാൻഡ് പോലെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വലിക്കുമ്പോൾ കണ്ടോ ഒരു ചെറിയ രീതിയിൽ, വലിയ രീതിയിലൊന്നുമല്ല എന്നാലും ഒരു ചെറിയ രീതിയിൽ സ്ട്രെച്ചബിൾ ആയിട്ട് നമുക്കിത് വലിഞ്ഞ് കിട്ടുകയും ചെയ്യും. കണ്ടോ വളരെ ക്യൂട്ടായിട്ടുണ്ട് ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിത് ഇതിൻ്റെ മെഷർമെൻറ്റ് കാണിച്ചു തരാം. ഞാൻ 7 ഇഞ്ചാണ് എനിക്ക് മടക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 14 ഇഞ്ച്
ലെങ്ത്തിൽ ഞാൻ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഇതിൻ്റെ ലെങ്ത്ത് വേണ്ടത് അത്രയും ലെങ്ത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കുക. ഇപ്പോൾ 14 ഇഞ്ച് മതി എനിക്ക്. അപ്പോൾ ആ ഒരു ലെങ്ത്തിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നമുക്കിതിങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് ഈ 2 ഭാഗം ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ഇത് നമ്മളെ ഫസ്റ്റ് ടൈലൻ്റ് ഇട്ട ആ ഒരു യാണാണ്. ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ ഈ ഒരു സ്പേസിലും അടുത്ത സ്പേസിലും ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ 2 പാർട്ടും തമ്മിൽ ജോയിൻ ആവുന്നുണ്ടോ എന്ന് നോക്കണം. ഇത് രണ്ടും ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് വേണം നമുക്കിങ്ങനെ ജോയിൻ ചെയ്തെടുക്കാൻ. നമുക്കിങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ജോയിൻ ചെയ്യുമ്പോൾ ഇതേപോലെ ശ്രദ്ധിക്കണം, 2 ഭാഗത്തും ഹുക്ക് ഇൻസേർട്ട് ആയിട്ടുണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ അവിടെ വിട്ട് ഇരിക്കും. എന്നിട്ട് ലാസ്റ്റ് ചെയിനിൽ ഇതുപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. 2 ചെയ്യുക, ഈ 2 ലൂപ്പിനൂടെ പുറത്ത് കിട്ടും. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. നമുക്ക് യാൺ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ വലിച്ച് നോക്കുമ്പോൾ നമ്മളെ സ്ട്രാപ്പ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ഒരു ടൈലൻ്റ് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇട്ടിട്ട് ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാം. അവിടെ തന്നെ വെച്ച് കട്ട് ചെയ്യണ്ട. കുറച്ചിങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് നടുവിലൊക്കെ എത്തിയതിന് ശേഷം ഏതെങ്കിലും ഒരു ലൂപ്പ് എടുത്തിട്ട് നമുക്കൊരു നോട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ യാണ് കട്ട് ചെയ്യാം. അതുപോലെ ഈ ഒരു യാണും നമുക്ക് ഉള്ളിൽ മുന്നിലോട്ടും ബാക്കോട്ടും ഇട്ടിട്ട് കുറച്ച് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ലൂപ്പ് എടുക്കുക. നമുക്ക് ഒരു നോട്ട് ഇട്ടതിന് ശേഷം യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ആഡ് ആയിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചെടുക്കാം. നമ്മൾ ഉൾഭാഗത്തേക്ക് പോവും. അപ്പോൾ അതാ നമ്മളെ സ്ട്രാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഹെഡ് ബാൻഡാണിത് കേട്ടോ. ഇത് ഏതൊരു ആൾക്കാർക്കും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് നമുക്കൊരു ഫ്ലവറൊക്കെ വെച്ച് അറ്റാച്ച് ചെയ്യാം. അല്ലാതെ ഇങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. എല്ലാ കളേഴ്സിലും ഡ്രസ്സിൻ്റെ അനുസരിച്ചുള്ള കളേഴ്സിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ഫ്ലവറും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഫ്ലവർ ഞാൻ റെഡ് കളർ കോട്ടൺ യാണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് കളറാണോ യൂസ് ചെയ്യേണ്ട ആ കളറിൽ യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ടൈലൻ്റ് എടുത്തിട്ട് നമുക്കൊരു മാജിക് സർക്കിൾ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഇതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഞാനോട് ചെയ്യുക. ഈ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 3 ലൂപ്പ് കിട്ടും. ഞാനോട് ചെയ്യുക. 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും 2 ലൂപ്പ് കിട്ടും. ഞാനോട് ചെയ്യുക. 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ ഓൾറെഡി 1 ചെയ്തു. നമുക്ക് ടോട്ടൽ 16 ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് വേണ്ടത്. അപ്പോൾ 3 ചെയിൻ നമ്മളൊരു ഡബിൾ ക്രോഷേ ആയിട്ട് കൗണ്ട് ചെയ്യും. ഇപ്പോൾ 2 എണ്ണമായി. ഇനി 3 4 5
ഈ മാജിക് സർക്കിൾ ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് വേണം നമ്മൾ ഈ 2 ഫിംഗർ വെച്ചിട്ട് ടൈറ്റാക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ഈ സർക്കിളിൽ ചെയ്യാൻ. അപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു യാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയിക്കുകയാണെങ്കിൽ പിന്നെ ആ സർക്കിൾ റെഡി ആവില്ല. 1 2 3 4 5 ചെയ്തു. 6 7 8 10 12 14 15 16 15 ഡബിൾ ക്രോഷയും 3 ചെയിനും, അങ്ങനെ ടോട്ടൽ 16 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൈലൻ്റ് ഒന്ന് വലിച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഈ സർക്കിള് പോയി കിട്ടും. ഇനി ഈ 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഫോർത്ത് ചെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷയുടെ ടോപ്പിൽ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. ഇനി ചെയിൻ 1 ചെയ്യാം. ഈ സെയിമിൽ തന്നെ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി 3 ചെയിൻ ചെയ്യാം. 1 2 3 ചെയിൻ ചെയ്യാം. ഒരു ചെയിൻ ഇവിടെ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ നമുക്ക് വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും 3 ചെയിൻ ചെയ്യാം. 1 2 3 ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക, അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 3 ചെയിൻ ചെയ്യുക. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 3 ചെയിൻ ചെയ്യുക. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 3 ചെയിൻ ചെയ്യുക. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക, അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 3 ചെയിൻ ചെയ്യുക. 1 2 3 ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷയുടെ ആ ഒരു ഭാഗത്ത് തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 അങ്ങനെ നമുക്ക് 8 എണ്ണം കിട്ടിയിട്ടുണ്ട്. 8 സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യേണ്ടത് ഈ ഒരു സ്പേസിൽ, ഈ ഒരു 3 ചെയിൻ ചെയ്ത സ്പേസ് ഉണ്ടല്ലോ, ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യാം. ഇത് നമ്മൾ ഒരു DC ആയിട്ട് കൗണ്ട് ചെയ്യും. ഇനി നമുക്കിതിൽ 5 DC 1 2 3 4 5 5 DC ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷേ ചെയിൻ 1 ഒരു DC ആയിട്ട് കൗണ്ട് ചെയ്യും. ഇനി നമ്മൾ അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്പേസിലാണ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തത്. ഇനി നമുക്ക് ഈ അടുത്ത സ്പേസിൽ, ഈ സ്പേസിൽ നമുക്ക് 6 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. 3
4 5 6 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത ഈ 3 ചെയിൻ ചെയ്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത ഈ ഒരു സ്പേസിൽ 6 DC ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ 6 DC ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ ഈ ഒരു 3 ചെയിൻ ചെയ്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും അടുത്തതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 6 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 2 3 4 5 6 6 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി ഒരു സ്പേസാണ് നമുക്കുള്ളത് 3. ആ ഒരു സ്പേസിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 4 പെറ്റൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു പെറ്റൽ 2 3 4 പെറ്റൽ, അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചും ചെയ്തു. ഇനി നമുക്ക് അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് 3 ചെയിൻ ചെയ്യുക. 1 2 3. ഇനി നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് ബാക്ക് പോസ്റ്റ് ആണ്. ഇതിലൂടെയാണ് നമ്മൾ അടിയിൽ കൂടിയാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ 3 ചെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഹുക്ക് ഇങ്ങനെ അടിയിലേക്ക് എടുത്തിട്ട് ഈ ഒരു സ്പേസ് ഇല്ലേ, ഈ ഒരു ഇതിലാണ് എടുക്കേണ്ടത്. ബാക്ക് പോസ്റ്റ് സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. അടിയിൽ കൂടി എടുത്തിട്ട് ഇതിലെങ്ങനെ എടുക്കാം. അതിന് ശേഷം നമുക്ക് യാൺ ഓവർ ചെയ്യാം. ഇവിടെ 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു ബാക്ക് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടി. വൺ 2 3. വീണ്ടും നമ്മൾ 3 ചെയിൻ ചെയ്യുക. ഇനി അടുത്ത ഈ ഒരു സ്പേസിൽ ഈ സ്പേസ് ഉണ്ടല്ലോ, ഈ സ്റ്റിച്ച് ചെയ്ത അതിൽ ഇങ്ങനെ അടി കൂടിയ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഇതിൽ കൂടി എടുക്കുക. അതിന് ശേഷം യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് ഇങ്ങനെ പുറത്തേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു ബാക്ക് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 3 ചെയിൻ ചെയ്യുക. 1 2 3. ഇനി നമ്മൾ അടുത്ത പെറ്റലിൻ്റെ അടി കൂടി എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ താഴത്തേക്ക് ആക്കുക. ഇനി വീണ്ടും ഇങ്ങനെ വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും 3 ചെയിൻ ചെയ്യുക. 1 2 3. നമ്മൾ ഈ ഒരു സ്പേസിൽ അടി കൂടിയ എടുക്കുക. എന്നിട്ട് വീണ്ടും മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് വീണ്ടും അടിയിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ നമുക്ക് 2 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും 3 ചെയിൻ ചെയ്യുക. 1 2 3. നമ്മൾ ഈ ഒരു സ്പേസിൽ മുകളിലേക്ക് എടുക്കുക. ഇതിൽ കൂടി താഴത്തേക്ക് എടുക്കുക, ബാക്കിലേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് 2 ലൂപ്പ് കിട്ടും. ഈ 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും 3 ചെയിൻ ചെയ്യുക. അടിയിൽ നിന്ന് മുകളിലേക്ക് എടുത്തിട്ട് വീണ്ടും താഴത്തേക്ക് എടുക്കുക. 2 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും 3 ചെയിൻ ചെയ്യുക. അടിയിലൂടെ മുകളിലേക്ക് എടുത്തിട്ട് വീണ്ടും താഴത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ ഉള്ളിൽ കൂടി എടുക്കുമ്പോൾ നമുക്ക് ബാക്ക് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. അതിനിങ്ങനെ നമ്മൾ എല്ലാ പെറ്റൽസിൻ്റെ ഉള്ളിൽ കൂടി എടുക്കണം. അപ്പോൾ നമുക്ക് 8 എണ്ണം കിട്ടുന്ന 8 സ്റ്റിച്ചാണ്
ഈ റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടുക. ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു സ്പേസിലും എത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8. അപ്പോൾ നമുക്ക് 8 ബാക്ക് പോസ്റ്റ് സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈലൻഡ് കട്ട് ചെയ്ത് ഒഴിവാക്കാം, കുറച്ച് അധികം ഉള്ളതുകൊണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ ആണ് കിട്ടുക. ഇവിടെ നമുക്ക് 8 സ്പേസ് ഉണ്ട്. ഈ 8 സ്പേസിലും നമുക്ക് അടുത്ത റൗണ്ട് ചെയ്യാനുള്ളതാണ്. ഇനി നമ്മൾ അടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അതിൽ നമ്മൾ ഡൗൺവേർഡ് ചെയ്യുക. അതിൽ നമ്മൾ ഇനിയൊന്നും ചെയ്യുന്നില്ല. അടുത്ത ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക. ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് നമുക്ക് 6 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 6. 6 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത സ്പേസിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഇനി അടുത്ത സ്പേസിൽ നമുക്ക് 6 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 4 5 6. 6 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത ഈ ഒരു ചെയിൻ 3 ചെയ്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ അടുത്തതിൽ 6 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 6. 6 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത സ്പേസിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത സ്പേസിൽ നമുക്ക് ഇപ്പോൾ നമുക്ക് 1 2 3 3 പെറ്റൽ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്പേസിൽ ഇതുപോലെ നമുക്ക് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 6. 6 എണ്ണം ചെയ്യുക. അടുത്ത സ്പേസിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ ആണ് കിട്ടുക. ഇനി വീണ്ടും നമുക്ക് ചെയിൻ 3 ചെയ്യുക. 1 2 3 ചെയിൻ ചെയ്യുക. ഈ ഒരു പെറ്റൽസിൻ്റെ മുകളിൽ കൂടി താഴത്തേക്ക് എടുത്തിട്ട് നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബാക്ക് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഊരിപ്പോയിട്ടോ, ഞാൻ ഒന്നുകൂടി കറക്റ്റ് ചെയ്യട്ടെ. ഒരു ബാക്ക് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 3 ചെയ്യുക. നമ്മളിങ്ങനെ ഈ അടുത്ത ഈ ഒരു പെറ്റലിൻ്റെ ഇതിൽ കൂടി എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ ബാക്ക് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 ചെയ്യുക. വീണ്ടും അടുത്ത ഇതിലും കൂടി ഇങ്ങനെ എടുത്തിട്ട് ഒരു ബാക്ക് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 ചെയ്യുക. ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടി ബാക്ക് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക.
എല്ലാ പെറ്റലിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുമ്പോൾ നമുക്ക് 8 എണ്ണം തന്നെ കിട്ടും. 3 ചെയ്യുക. നെക്സ്റ്റിൽ ഒരു ബാക്ക് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 1 2 3 ചെയ്യുക. ഇതാണ് ജോയിൻ ചെയ്യുന്ന സ്ഥലം. ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് വീണ്ടും സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ഈ റൗണ്ട് മുഴുവനും ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 8 സെറ്റാണ് കിട്ടുക. 1 2 3 4 5 6 7 8 8 സെറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി 8 സെറ്റിലാണ് നമ്മൾ അടുത്ത പെറ്റൽസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത പെറ്റൽസ് നമ്മൾ ആ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 8 DC ആണ് നമ്മൾ ചെയ്യുന്നത്. 1 2 3 4 5 6 7 8 ചെയിൻ 1 ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 8 പെറ്റൽസും ചെയിൻ 1 ചെയ്ത് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. അടുത്തതിൽ അതുപോലെ തന്നെ നമ്മൾ 8 DC ചെയ്ത് കൊടുക്കാം. 8 DC എന്നുള്ള പാറ്റേൺ നമ്മൾ ആ ഒരു സെയിം സ്പേസിൽ തന്നെ 8 DC ചെയ്യുക. നമ്മൾ ഓരോ സ്പേസിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഓരോ പെറ്റൽസ് ഉണ്ടാക്കുന്നുണ്ട്. ഈ റൗണ്ട് നമുക്ക് 8 പെറ്റൽസ് കിട്ടും. നമുക്ക് എത്ര റൗണ്ട് വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ചെയിൻ 1 ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് പെറ്റലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും 8 DC ചെയ്ത് കൊടുക്കുക. ഇതിൽ നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നുന്ന ഒരു റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ആ സിംഗിൾ ക്രോഷേ ബാക്ക് പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു റൗണ്ടാണ്. അത് നമ്മൾ പെറ്റൽ ബാക്ക് സൈഡിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ബാക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെറ്റൽസ് ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് ചെയിൻ 1 ഇനി ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ നല്ലൊരു പെർഫെക്ഷന്, നല്ല ഫ്ലവറിൻ്റെ ഓരോ പെറ്റൽസും അതുപോലെ ഓരോ റൗണ്ടിലും തട്ടുകളായിട്ട് നിൽക്കാൻ നമുക്കത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഹെൽപ്പാവും. ഇത് ഈ റൗണ്ട് മുഴുവൻ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ പെറ്റൽസിലും ഒരു സിംഗിൾ ക്രോഷേ 8 ഡിഗ്രീസ് ചെയിൻ 1 ഒരു സിംഗിൾ ക്രോഷേ എന്നുള്ള ആ ഒരു സ്പേസിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു നല്ലൊരു പെറ്റലായിട്ട് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യാനായിട്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഫ്ലവറാണിത്. ഈ ഫ്ലവർ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഒരു ഹാർട്ട് ഇട്ടിട്ടെങ്കിലും നിങ്ങൾ ലൈക്ക് ഒക്കെ ഒന്ന് അറിയിക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇനി അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സുകൾക്കോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും നമ്മൾ ക്രോഷേ പഠിക്കണം എന്നുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പഠിപ്പിക്കുന്നുണ്ട്. അതല്ല ഈ ഇങ്ങനെ യൂട്യൂബ് നോക്കിയിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളവർക്ക് യൂട്യൂബിൽ നമ്മൾ ഓരോ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ പെറ്റൽസും ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ 1 2 3 4 5 5 പെറ്റലായിട്ടുണ്ട്. ഇനി നമുക്കതുപോലെ ഒരു 3 പെറ്റലും കൂടി നമുക്ക് ചെയ്തെടുക്കാം. ഓരോ പെറ്റലിലും നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ 8 DC പിന്നെ ചെയിൻ 1 ഒരു സിംഗിൾ ക്രോഷേ എന്നുള്ള ഒരു പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മുഴുവനും നമുക്ക് ചെയ്തിട്ട് തിരിച്ചു. അപ്പോൾ ഞാനിവിടെ 8 പെറ്റൽസ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 2 3 4 5 6 7 8 8 പെറ്റൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് എത്ര റൗണ്ട്
വരെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇതൊരു മുട്ട് വിരിയുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് ഈ ഒരു ഫ്ലവർ നോക്കിയാൽ നമുക്ക് കാണാം. അപ്പോൾ ഇത് നമുക്ക് എത്ര റൗണ്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്യുന്നുള്ളൂ. 3 റൗണ്ട് ചെയ്തിട്ട് ചെയിൻ 1 ചെയ്ത് യാണ് കട്ട് ചെയ്യാണ്. യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനെ പുറത്തേക്ക് വലിച്ചതിന് ശേഷം നമുക്ക് ഇത് ബാക്ക് സൈഡിലേക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവർ നമുക്ക് ഈ ഒരു ജോയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് ഈ ഒരു ഫ്ലവർ വെക്കാം. ഈ ഒരു ഫ്ലവർ വെച്ചിട്ട് നമുക്കൊന്ന് തുന്നി കൊടുത്താൽ വളരെ ഭംഗിയായിട്ടുള്ളൊരു ക്യൂട്ടായിട്ടുള്ള ഹെഡ് ബാൻഡും അതുപോലെ ചെറിയ ഫ്ലവർ വേണമെങ്കിൽ ചെറിയ ഫ്ലവർ വെക്കാം. അത് ഞാൻ കുറച്ച് വലിയ സൈസുള്ള ഫ്ലവറാണ് വെച്ചിട്ടുള്ളത്. കസ്റ്റമർ അതാണ് പറഞ്ഞിട്ടുള്ളത്, അതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങൾക്ക് പുതിയ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.